ഇനി നരേന്ദ്രമോദി വീണ്ടും വന്നാൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹം കാട്ടിക്കൂട്ടുക എന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പൂജാരിയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത പണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ തന്ത്രിയായി ശാന്തിക്കാരനായി മാറി എന്ന നാണംകേടാണ് പ്രിയമുള്ളവരെ ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭരണഘടന നിലനിൽക്കണമോ? മുമ്പിൽ ഉയർന്നുന്ന പ്രശ്നം എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനുമുള്ള നമ്മുടെ മൗലികാവകാശം നിലനിർത്തണമോ? ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമോ? ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമല്ലാതെ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ പാർലമെന്റ് ഡെമോക്രസി അനിശ്ചിതം മുന്നോട്ട് പോകണമോ എന്നാണ് നമ്മുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തന്ത്രിയാകാൻ പോലും മടിയില്ലാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അപമാനമാണ് പ്രിയമുള്ളവര് എന്ന് ഞാൻ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ആ വേഷവും കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്യും? രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമോ? ഭരണഘടന വേണമോ? നമ്മുടെ മൗലികാവകാശവും ജനാധിപത്യ അവകാശവും സംരക്ഷിക്കപ്പെടണമോ? അഥവാ മഹാത്മാഗാന്ധിയെ കൊന്ന കാമാലികന്മാരെ രാജ്യമായി ഹിന്ദു വർഗീയവാദികളുടെ രാജ്യമായി ഹിന്ദു രാജ്യമായി രാജ്യം മാറണമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മൗലിക പ്രശ്നം എന്ന കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക.